നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പരിശുദ്ധാത്മാവ് തിരുവെഴുത്ത് തരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 26 വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇനി 16 അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയുകയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. ഈ 2 വാക്യങ്ങളിലായി പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ യേശു പറയുകയാണ്. 1, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. 3, സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഇത് വേദപുസ്തകത്തിന്റെ കാര്യമാണ്. അതായത് യേശു 3.5 വർഷത്തെ ശുശ്രൂഷക്കാലത്ത് പറഞ്ഞതൊന്നും ആരും എഴുതി വച്ചില്ല. അന്ന് അപ്പോസ്തലന്മാരോട് ഞാൻ പറഞ്ഞ ഉപമകളും ഞാൻ പറഞ്ഞ ഉപദേശങ്ങളും ഞാൻ ചെയ്ത അത്ഭുതങ്ങളും നിങ്ങളൊന്ന് എഴുതി വെക്കണമെന്ന് ആരോടും യേശു അന്ന് പറഞ്ഞില്ല. ആരും അത് എഴുതിയുമില്ല. പക്ഷെ അതൊരു നഷ്ടമല്ല. യേശു പറയുകയാണ്, എന്നെപ്പോലെ മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ ഓർമ്മിക്കത്തക്കവണ്ണം അത് രേഖയാക്കും. അതുപോലെ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ കാര്യം. അതുപോലെ സകലം ഉപദേശിച്ചു തരും. അതാണ് ലേഖനങ്ങളുടെ കാര്യം. വരുവാനുള്ളത് നിങ്ങളെ അറിയിച്ചു തരും. അതാണ് പ്രധാനമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാര്യം. അപ്പോൾ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തകം, പുതിയ നിയമ സത്യങ്ങൾ പരിശുദ്ധാത്മാവാണ് എഴുതുവാനായിട്ട് ആളുകൾക്ക് പ്രേരണ, ഇൻസ്പിറേഷൻ നൽകുന്നത്. ഞാൻ അത് സംബന്ധിച്ച് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാകും. 1 പത്രോസ് 1:21 അവിടെ എഴുതിയിട്ടുള്ളത്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല, മനുഷ്യർ ദൈവാത്മനിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ രേഖയാക്കാനായിട്ട് ഇടപെട്ടത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഇത് എഴുതുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. യേശു പറഞ്ഞതെല്ലാം, യേശു പറഞ്ഞതിൽ നമ്മൾ അറിയേണ്ടത് മുഴുവൻ. ഈ ദൈവവചനത്തിന് പ്രവചനമെന്ന് പേരുണ്ട്. 2 പത്രോസ് 1:20-21 തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ അദൃശ്യനായ പരിശുദ്ധാത്മാവ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയവർ വ്യാപരിച്ച് യേശു പറഞ്ഞതും ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായി പ്രേരിപ്പിച്ചു. അവർ പരസ്പരം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, ഒരു സ്ഥലത്തിരുന്നുമല്ല, ഒരു കാലത്തുമല്ല, വ്യത്യസ്ത കാലങ്ങളിൽ അവരത് രേഖയാക്കി. അതിനുശേഷം അപ്പോസ്തലന്മാർ, പ്രധാനമായി പത്രോസും പൗലൂസും പ്രവർത്തിച്ച അവരുടെ പ്രവർത്തന വിധങ്ങളൊക്കെ അത് ലൂക്കോസിൽ വ്യാപരിച്ചാണ് രേഖയാക്കിയത്. പിന്നീട് പൗലൂസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ തുടങ്ങിയ ആളുകൾ വ്യാപരിച്ച് സകല ലേഖനങ്ങളും ഉപദേശ വിഷയങ്ങളും നമുക്ക് നൽകാനിടയെ അവസാനം യോഹന്നാൻ അപ്പോസ്തലനിൽ വ്യാപരിച്ചാണ് വെളിപ്പാട് പുസ്തകം, അതായത് ലോകത്തിൻ്റെ അന്ത്യം വരെ നമുക്ക് രേഖയാക്കി തരുവാൻ ഇടയായത്.
പ്രിയപ്പെട്ടവരെ, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും, അതായത് ആണും പെണ്ണുമായി മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ബൈബിൾ പറയുന്നത് പോലെ വേറൊരു പുസ്തകവും പറയുന്നില്ല. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവന് ജീവശ്വാസം ഊതി, അതാണ് ആദാം. ആദാമിൻ്റെ ഒരു പോർഷൻ എടുത്ത് മാംസവും അസ്ഥിയും രക്തവും ത്വക്കുമൊക്കെ എടുത്ത് ഹൗവയെ ഉണ്ടാക്കി. ഇങ്ങനെയാണ് ആണും പെണ്ണും ലോകത്തുണ്ടാകുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത്. അതിനുശേഷമാണ് സ്വാഭാവിക ജനനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വായു, വെള്ളം, വെളിച്ചം, മരങ്ങൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, ഇഴജാതികൾ, നാൽക്കാലികൾ, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നാണ്. ഇതിനൊക്കെ ഒരു ആരംഭമുണ്ട്. ദൈവം സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇനി ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച്, ഈ അന്ത്യകാലത്ത് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ചും പല രാജ്യത്തുമുള്ള ക്ഷാമങ്ങൾ സംബന്ധിച്ചും പകർച്ചവ്യാധികൾ സംബന്ധിച്ചും ഭൂകമ്പങ്ങൾ സംബന്ധിച്ചും പ്രകൃതിക്ഷോഭങ്ങൾ സംബന്ധിച്ചും മനുഷ്യൻ്റെ അധർമ്മം സംബന്ധിച്ചും ബൈബിൾ എഴുതിയിട്ടുള്ളതുപോലെ വേറൊരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവസാനം ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കും, ശുദ്ധീകരിക്കും. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നതുപോലെ അന്ത്യകാലത്ത് തീ കൊണ്ടെന്ന പോലെ ഒരു ശുദ്ധീകരണം ഉണ്ടാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്നത്തെ ആകാശത്തിനും ഭൂമിക്കുമൊക്കെ മാറ്റം വരും. ആദാമിൻ്റെ പാപനിമിത്തം ശാപമുണ്ടായ ഭൂമിയുടെ ശാപമോക്ഷം ഉണ്ടാകും. ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. യേശു മടങ്ങി വരും. യേശുവിൽ വിശ്വസിച്ച മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും. യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊരു രൂപാന്തരം ഉണ്ടാകും. ഇതൊക്കെയാണ് വേദോത്സവം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് യുക്തിക്ക് വളരെ ചേരുന്നതാണ്. ഇവിടെ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശു പറഞ്ഞതെല്ലാം ഓർമ്മിച്ച് അത് രേഖയാക്കി തരും. സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. വരുവാനുള്ള കാര്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ ശുശ്രൂഷയുടെ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എത്ര യുക്തിപരമായ കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കേണ്ട ബൈബിളിനെ സ്നേഹിക്കുവാൻ, ബൈബിളിലെ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.